ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടി എടുക്കുന്നതൊക്കെ. ഏകദേശം ഒരു വർഷത്തിന് മേളിലായി ഞാൻ ചേട്ടായുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് 2024 ഫെബ്രുവരി പോയി ഏപ്രിൽ ഞാൻ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഞങ്ങൾ ചേട്ടായി വന്നിട്ട് പോയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, കുഞ്ഞാവേ ഞാൻ വന്നിട്ട് പോയിട്ട് ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളെ കൊണ്ടുപോകാം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. അത് ചേട്ടി പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച നമ്മളേക്ക് എല്ലാം ശരിയാവുമായിരിക്കും, പോകാൻ റെഡി ആയിട്ടിരുന്നോ, സാധനങ്ങളൊക്കെ മേടിച്ചോ, സമയം കുറവാന്ന് പറയും. അപ്പം നമ്മളെങ്കിലും കറക്റ്റ് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉറപ്പ് വന്നില്ല, മേടിച്ചു വെച്ചോ, അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നത്തെ അടുത്ത ആഴ്ച അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ഇത് പറഞ്ഞായിരുന്നു. നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചാൽ ഡ്രസ്സ് കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കുറച്ച് ഓൺലൈനിൽ നിന്ന് മേടിക്കാനുള്ള മീഷോയിൽ നിന്നൊക്കെ മേടിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചു. അല്ലാണ്ട് സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നാളെ കഴിഞ്ഞ് പോവാം. അപ്പം ഇന്ന് രാത്രി ഒരു 11 മണിക്ക് മെസ്സേജ് വന്നു, നാളെ കഴിഞ്ഞ് വൈകുന്നേരം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരമാണ് ഫ്ലൈറ്റ്, 11 മണിക്ക്. ഒരു 4 മണിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇത് ഏറ്റവും വലുതാണ്, ഭയങ്കര വലുതാണ് കേട്ടോ. 3 ഉണ്ട്. ഇതും ഒരെണ്ണം എല്ലാം തരുന്ന് പറഞ്ഞ് കിടക്കുക. ഇതാണ് ഏറ്റവും വലുത്. ഭയങ്കര കനമാണ്, എന്നെ കൊണ്ട് ചുമക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിന്ന് രാവിലെ എത്തിയപ്പോൾ തൊട്ടൊരു പനിക്കോളൊക്കെ പോലെ പനി, ഒരു മേലുവേദന, ഛർദ്ദിക്കാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര അസ്വസ്ഥത. ഞാൻ കൊണ്ട് കയറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വിസ വന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി അറിഞ്ഞു നാളെ ഒരു ദിവസം, നാളെ കഴിഞ്ഞ് വൈകുന്നേരം പോവാം. അപ്പോൾ നാളെ ഒരു ദിവസം, ആ ഒരു ദിവസം കൊണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്ത്. പാക്കിങ്, സാധനങ്ങൾ മേടിച്ചു, പാക്കിങ് ചെയ്തു. അപ്പോഴത്തേക്കും മൂത്ത ചേച്ചിക്ക് വരാൻ പറ്റിയില്ല, സ്കൂളൊക്കെ തുറന്നാലും വരാൻ പറ്റില്ല. അപ്പോഴത്തേക്കും രണ്ടാമത്തെ ചേച്ചി കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്ക്, ഇത്ര പെട്ടെന്നോ, നാളെ കഴിഞ്ഞോ? അന്ന് രാത്രി പോകണം. പിന്നെ അയലക്കത്തുള്ളവരോടൊക്കെ പിറ്റേ ദിവസം വേണം നാളെ ഞാൻ പോവാന്ന്. കുറേ പേരോടൊന്നും പറഞ്ഞില്ല, കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലാത്തതാണ്. എനിക്കിങ്ങനെ ടെൻഷനായിരുന്നു. ഒന്ന് ഇവിടെ എത്തണോളം വരെ എനിക്ക് ടെൻഷനായിരുന്നു, നടക്കുമോ, എന്താ പറ്റണേ, എന്തായിരുന്നു, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുറേ പേര് പരാതിയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾ എന്നാലും ഒരു വാക്കുപോലും പറയാണ്ട് പോയില്ലോ, എന്ത് സാധനമാണെന്നൊക്കെ. പക്ഷേ എൻ്റെ എന്ത് കാര്യം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാലും അതൊന്നും നടക്കാറില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ആരോടും പറയാത്തത്. എന്നിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അന്ന് 2-3 ദിവസമായിട്ട് ഭാഗ്യം കൊണ്ട് മഴയും കുറഞ്ഞായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അതിന് 2 ദിവസം മുന്നേ ഭയങ്കര മഴയായിരുന്നു. ഞാൻ പോകുന്ന സമയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് മാറി. പിന്നെ നമ്മൾ ചേച്ചിയൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് വന്നു. നമ്മൾ കുറച്ച് നേരത്തെ വരണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഒരു 8:30 കയറണോളൂ എന്ന് ഓർത്തു. പക്ഷേ 8 മണി ആയപ്പോഴേക്കും പിന്നെ എല്ലാവരുടെയും ടെൻഷൻ കാരണം നേരത്തെ തന്നെ കയറി, 3 മണിക്കൂർ മുന്നേ കയറണമെന്നാണല്ലോ പറയണേ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകാനുള്ള അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ഇതുള്ളത് കാരണം എനിക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്ന് പോട്ടെ, എങ്ങനെയെങ്കിലും കുഞ്ഞാവുന്ന അവനെ ഒന്ന് കാണട്ടെ, കൊച്ചൊന്ന് കാണട്ടെ, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എല്ലാവരും കരച്ചിലായിരുന്നു. കാരണം ഞാൻ ഈ പ്രാവശ്യം ഡിപ്പെൻഡിങ് വിസയിലാണല്ലോ വന്നേക്കണം. പിന്നെ എന്നാൽ തിരിച്ച് നാട്ടിലോട്ടൊന്നും അറിയത്തില്ലല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. അങ്ങനെയല്ല, ഇനിയിപ്പോൾ ഉടനെ നമ്മൾ ഇവിടെ ആശിച്ച് മോഹിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഓടിപ്പടിച്ച് അങ്ങോട്ട് പോകണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പിയായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് എന്നാന്ന് എനിക്കറിയില്ല, കുഞ്ഞിപ്പെണ്ണ് സന്തോഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് തുള്ളിച്ചാടിയായിരുന്നു പോകുന്നത്. ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടാണെങ്കിലും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബേബി സി ഒക്കെ പറഞ്ഞ് ഞാനും പൊന്നൂസും ഉള്ളിലോട്ട് കയറി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു എനിക്ക് അമളി പറ്റി. നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുത്തിട്ട് ഫോണും ചാർജറും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ട്രേയിലേക്കും ബാഗ് ഒരു ട്രേയിലേക്കും കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ എല്ലാം ഒരു 3 ട്രേയിലേക്ക് എങ്ങാണ്ട് ആക്കി വെച്ചായിരുന്നു. എന്നിട്ട് എൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം ബാഗിലേക്ക് വെച്ചു. അപ്പോൾ ഇവരെന്നോട് ബോർഡിംഗ് പാസ് ചോദിച്ചു. ബോർഡിംഗ് പാസ് ഞാൻ കൊടുത്തിട്ട് ഇതെന്നെ പോലും ഇവിടെ ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ചേക്കണം എന്നൊക്കെ ആലോചിച്ച് ഒന്നാമത് ഒരു വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അറിയുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ. അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ ഇതും മേടിച്ചുകൊണ്ട് പോയി. കുറേ നേരം കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാമെന്ന് നോക്കിയോ ഫോണില്ല. അപ്പോഴേ ഞാൻ ഓർക്കണം ഞാൻ ആ ചെക്കിങ് ചെയ്തതിൻ്റെ അവിടെ ഫോൺ വെച്ചിട്ട് പോയി. പിന്നെ എനിക്ക് ടെൻഷനായി. 5A ആയിരുന്നു എൻ്റെ ഗേറ്റ് നമ്പർ. അപ്പോൾ അങ്ങ് ദൂരെയായിരുന്നു. അവിടുന്ന് തിരിച്ച് കൊച്ചിനെ എടുത്ത് കുറച്ച് നേരം കൊച്ചിനെ ഓടിച്ച് അങ്ങനെ വലിച്ചു വാരി തിരിച്ച് വന്ന് ഫോണും ചാർജറും രണ്ടും മറന്നു വെച്ചായിരുന്നു. ഫോണും ചാർജറും എടുത്തു. തിരിച്ച് ഞാൻ റിട്ടേൺ പോയപ്പം നമ്മുടെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്തോട്ട് നമ്മൾ തിരിച്ച് പോകണമല്ലോ. അങ്ങനെ പോയപ്പം ഒത്തിരി ദൂരമുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ദൈവമേ അവിടം വരെ ചെല്ലണമെങ്കിൽ എന്തോരം നടന്നാലാന്ന്. അപ്പോഴത്തേക്ക് ഈ ചേച്ചി വന്നിട്ട് പറഞ്ഞു, മോളെ ഏതാ ഗേറ്റ് നമ്പർ എന്ന് വെച്ച്. ഞാൻ 5A അങ്ങനെ എന്തോന്ന് തോന്നുന്നു, 5A ആ ചേച്ചി എന്ന് പറഞ്ഞു. എന്നാൽ കയറിക്കോ എന്ന് പറഞ്ഞു. അയ്യോ എനിക്കുണ്ടായ സന്തോഷം, കാരണം കുറേ ദൂരം പോകണമായിരുന്നു. സത്യമായിട്ട് ഞാൻ മടുത്തായിരുന്നു. ഇങ്ങേപ്പുറം ഏകദേശം 5A എത്താറായപ്പോഴാണ് ഞാൻ ഫോണിൻ്റെ കാര്യം ഓർക്കണേ. എന്നിട്ട് ഞാൻ തിരിച്ചു കൊച്ചിനെ കൊണ്ട്, കൊച്ചും മടുത്തോട്ടോ, കൊച്ചിനെ കുറച്ച് നേരം എടുത്തും വലിച്ചൊക്കെ നമ്മൾ തിരിച്ച് ഓടി. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ എന്തോരം നടന്നാലാന്ന് ഇങ്ങനെ ഓർത്ത് വന്നപ്പോൾ ചേച്ചി ദൈവത്തിൻ്റെയും പോലും നമ്മൾ മുന്നേ വന്നു അറിയില്ലേ. അങ്ങനെ വന്ന് എന്നെ അവിടം വരെ കൊണ്ടുവന്ന് വിട്ടു.
ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 11 മണിക്കായിരുന്നു എടുക്കണേ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ ഏകദേശം ഒരു 9 മണി ആവാറായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 9 മണി, പിന്നെ 10 മണി 11 മണി 2 മണിക്കൂർ. ഒരു 10:30 ആകുമ്പോഴേക്കും നമ്മളെ ഫ്ലൈറ്റിലേക്ക് കിട്ടുമായിരുന്നല്ലോ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. കുഞ്ഞിപ്പെണ്ണിന് വല്ലാത്ത സ്നേഹം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, കുഞ്ഞിപ്പെണ്ണി ഈ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി ഹാപ്പിയായിരുന്നു. ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് തുള്ളിച്ചാട്ടവും കളിയൊക്കെ ആയിരുന്നു. എങ്ങനെയെങ്കിലും കുഞ്ഞിപ്പെണ്ണ് നച്ചേരെടുത്ത് എത്തണം എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞല്ലേ, അതിനിപ്പം മറ്റ് വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അവരെ മിസ് ചെയ്യില്ല, ഇവരെ മിസ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിപ്പെണ്ണി ഇപ്പോൾ എവിടെയാണെന്ന് നിൽക്കണം അവിടെ ഹാപ്പി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ഓട്ടത്തിലാണ്. ഫ്ലൈറ്റിൽ കയറി നമുക്ക് ഈ പ്രാവശ്യം വിൻഡോ സീറ്റായിരുന്നു. പൊന്നൂസ് ഭയങ്കര അലമ്പായിരുന്നു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് പേടിയായിട്ടാണ്. കുഞ്ഞിപ്പെണ്ണി ഇങ്ങനെ ഒത്തിരി വഴക്കൊന്നും കൂടാണ്ട് ഇങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നു. അതുപോലെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരം കഴിയുമ്പോൾ രാത്രി ആവുന്ന കഴിഞ്ഞ പ്രാവശ്യം ഉറങ്ങി. ഈ പ്രാവശ്യം ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയില്ല. അലമ്പുമാണ്, ചുമ്മാ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. സാൻഡ്വിച്ചും ബട്ടർ മിൽക്കും കോഫിയായിരുന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിക്കാനൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. കാന്താരിയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ കുഞ്ഞിപ്പെണ്ണാണെങ്കിലും ഒരു പകുതിയോളമൊക്കെ കഴിച്ചോളൂ. ബാലൻസ് ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. ബട്ടർ മിൽക്കാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടമായി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് തട്ടിപ്പറിച്ച് തന്നെ കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് മേത്തോടെ കോരി ഒഴിച്ചു. അതങ്ങനെ കളയുകയും ചെയ്തു. എല്ലാവരും ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങുമായിരുന്നു. എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഞാനിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നെങ്കിലോ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് ഉറക്കം വന്നേയില്ല. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരം പോക്കും ഇല്ലാണ്ടായി. പിന്നെ എനിക്ക് എങ്ങനെ ഒന്ന് ലാൻഡ് ചെയ്തത്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി നിർത്തുകൊണ്ട് ഇങ്ങനെ ഓരോ മിനിറ്റിലും അവിടെ ഫോൺ അടിച്ച് ഞെക്കി നോക്കും. സമയം എന്തോരമായി, സമയം പോകുന്നുണ്ടോ? അന്നേരം സമയവും പോകുന്നില്ല. കുറച്ചിടയ്ക്ക് ഞാൻ ഫോണിൽ തോണ്ടി കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പക്ഷേ ഇനി ഫോണിൽ ഒത്തിരി നേരം തോണ്ടിക്കഴിഞ്ഞാൽ ചാർജ് തീർന്നു പോകുമല്ലോ എന്നൊക്കെ ഓർത്തിരുന്നിരുന്നിരുന്ന ലാസ്റ്റ് നമ്മുടെ ലാൻഡ് ചെയ്തു. അന്നേരം എനിക്ക് പകുതിയൊക്കെ സന്തോഷം സമാധാനമൊക്കെ വന്നു. അദ്ദേഹം കുഞ്ഞിപ്പെണ്ണ് വിളിച്ച് എണീപ്പിച്ചു. കുഞ്ഞിപ്പെണ്ണ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴോ വന്നപ്പോഴോ കുഴപ്പമില്ലായിരുന്നു. ഈ പ്രശ്നം നല്ല ചെവിവേനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. എനിക്ക് തല ഇറങ്ങണ പോലെ എനിക്ക് പ്രശ്നം തോന്നി. ആ ടെൻഷനും കൂടെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മളിതേ എത്തി. പിന്നെ എല്ലാം ശടപടേനുള്ളിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇത് പുറത്തെത്തി. ചേട്ടായിനെ കണ്ടു. ചേട്ടായും അനിയനും ഉണ്ടായിരുന്നു. രണ്ടുപേരായിരുന്നു വിളിക്കാൻ വന്നേ. പിന്നെ നമ്മളൊരു ടാക്സിയും വിളിച്ച് നേരെ റൂമിലോട്ട് പോന്നു. പനിയായത് കാരണം കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത്രയും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഒരു 2-3 ദിവസം എടുത്തു എൻ്റെ പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് ഓക്കെ ആയി വരാൻ വേണ്ടി. ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോണത്. നമ്മളങ്ങനെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളന്ന് വെളുപ്പിന് 3 മണി 4 മണി എങ്ങാണ്ടായപ്പോഴാണ് വന്നേന്ന് തോന്നുന്നു. എണീറ്റു, സാധനങ്ങളൊക്കെ ഒതുക്കി ഒന്ന് പെറുക്കി വെച്ചു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചേട്ടൻ ഓഫീസിൽ പോയായിരുന്നു. പിന്നെ ചേട്ടൻ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 3-4 കൂടെ വെറുതെ ഒന്ന് പുറത്തോടെയൊക്കെ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങി. കുറച്ച് വീട്ടിലേക്കുള്ള ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങി. അപ്പം നമ്മുടെ വീഡിയോ ഇത്തിരി ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.